ഹായ്, എസ് ബി റുള്ളലാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിന് ശേഷം പാലക്കാട് ഉയർന്നു കേട്ടൊരു മുദ്രാവാക്യമുണ്ട്. ഈ വിജയം എന്താണെന്നും ഈ കേരളത്തിൽ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും വരുന്ന 5 വർഷം കേരളത്തിൻ്റെ സാമുദായിക സന്തുലിതാവസ്ഥ അപ്പാടെ ഒരു കസേര മോഹി കാരണം തെറിക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവായിട്ട് വേണം ആ പ്രതികരണത്തെ കാണാൻ, അല്ലെങ്കിൽ ആ വിജയാഹ്ലാദ പ്രകടനത്തെ കാണാൻ. നേരത്തെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വിജയിച്ചപ്പോഴും ഇതുപോലൊരു ആഹ്ലാദ പ്രകടനം നമ്മൾ കണ്ടിരുന്നു. എന്തായാലും കേരളത്തിലെ മറ്റുള്ള സാമുദായിക നേതാക്കന്മാരെ എല്ലാം അധിക്ഷേപിച്ചുകൊണ്ടും ലീഗ് ഇനി കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പരസ്യമായിട്ട് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ആത്മവിശ്വാസമല്ല. ആ ആത്മവിശ്വാസം കിട്ടിയ കേന്ദ്രങ്ങൾ ഉണ്ട്. ആ ആത്മവിശ്വാസം കൊടുക്കാൻ വി ഡി സതീശൻ എടുത്ത പണിയാണ് ഇപ്പോൾ വന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വരുന്ന 5 വർഷം എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ ആ ആഹ്ലാദ മുദ്രാവാക്യം കേട്ടതിന് ശേഷം തീരുമാനിച്ചോളൂ. കേരളത്തിൽ ലീഗിൻ്റെ കീഴിലുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല താമസിക്കുന്നത്. ഈ നാട്ടിൽ മറ്റിതര മതസ്ഥരുണ്ട്. ഒരു സർക്കാർ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആർക്ക് വേണ്ടിയുള്ള സർക്കാരാണ്? ഈ നാട്ടിലെ എല്ലാത്തരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്. ആ രാഷ്ട്രീയ ബോധം പോലും ഉണ്ടാക്കാതെ ഇങ്ങനെയുള്ള ചില മതത്തിൽപ്പെട്ടവർ, അത് മുസ്ലിം മതത്തിൽപ്പെട്ടവരാണല്ലോ ഈ വിളിച്ചിരിക്കുന്നത്. നേരത്തെ മൗദൂദി രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ഈ ഒരു വിജയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ലീഗിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നവർ ആരാണ്? യഥാർത്ഥ ലീഗുകാരല്ല. അവർ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫ്ലക്സുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ 3 നേതാക്കന്മാരുടെ ചിത്രമേ ഉള്ളൂ. അത് പാണക്കാട് തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും വി ഡി സതീശൻ്റെയും. UDF എന്നാൽ ഇവർ 3 പേരാണോ? അപ്പോൾ ലീഗിൻ്റെ ലേബലിൽ ആരാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ചു എന്നും അവർ ഇപ്പോൾ ലീഗിൻ്റെ കൊടിക്ക് കീഴിലാണെന്നും കേരളത്തിൽ സുഡാപ്പികൾ SDP എന്ന് ഒരു പ്രത്യേക വിഭാഗക്കാരില്ല, എല്ലാം ലീഗിൻ്റെ ഒറ്റ നിറത്തിന് കീഴിലേക്ക് അണിനിരന്നിരിക്കുന്നു എന്നതും ഇതിനോടൊപ്പം തന്നെയാണ് ആ വിഭാഗക്കാർ വിചാരിക്കുന്നത് കേരളം ഇപ്പോൾ അവരുടെ കൈവശമാണ്, എന്ത് ചെയ്യണം എന്ത് തീരുമാനിക്കണമെന്ന് ലീഗ് തീരുമാനിക്കും എന്ന് പരസ്യമായിട്ട് തെരുവിൽ വിളിച്ച് പറയുമ്പോൾ അത് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങൾ എത്ര വലുതാണ്, അത് ആരാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത്? ഈ നാട്ടിൽ BJP ഉൾപ്പെടെയുള്ള സംഘപരിവാറുകാരെ ചെറുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ഉദ്ദേശിക്കുന്ന ചില രാഷ്ട്രീയങ്ങളെ വളർത്തുക, അതായത് വെൽഫെയർ പാർട്ടിയെ പോലുള്ള വർഗീയ സംഘടന അല്ലെങ്കിൽ വർഗീയ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയെ എന്തുകൊണ്ട് സതീശൻ ഓൺ ചെയ്തു, അവർക്ക് വേണ്ടി അദ്ദേഹം നാവായി മാറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കസേര നിങ്ങൾക്ക് ഞങ്ങളുടെ ലേബലിൽ ഈ സമൂഹത്തിൽ മത കൺസോൾട്ടേഷൻ ഉണ്ടാക്കി നേടിത്തരും. പക്ഷേ ഞങ്ങൾ പറയുന്നതെല്ലാം മിണ്ടാതെ ഒരു ഡമ്മിയെ പോലെ ഇരുന്ന് കേൾക്കുന്ന പാവയായിട്ടുള്ള മുഖ്യമന്ത്രി വേണമെന്ന് അവർ ആഗ്രഹിച്ചു. അത് നടപ്പാക്കി. അതിനുശേഷം അവർ തെരുവിൽ അത് വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് ഈ മുദ്രാവാക്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളം അടുത്ത 5 വർഷം കടന്നു പോകാൻ പോകുന്ന അപകടകരമായ അവസ്ഥയുടെ ഒരു തുടക്കമാണിതെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്. ഇത് ഈ നാട്ടിൽ സംഘപരിവാറിൻ്റെ വളർച്ചയ്ക്ക് വേഗം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.